സ്വാതന്ത്ര്യം സഹനസമരത്തിലൂടെയല്ല വിപ്ലവത്തിലൂടെയെന്ന് ചിന്തിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തയാൾ. ബ്രിട്ടീഷുകാർക്കെതിരെ ഏകാംഗ പോരാളിയായി പടനയിച്ചയാൾ സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. സുഭാഷ് ചന്ദ്രബോസും കാഞ്ചൻജംഗ പർവ്വതനിരയും തമ്മിൽ എന്താണ് ബന്ധം? നമ്മുടെ രാജ്യത്തിൻ്റെ ഊർജ്ജപ്രവാഹമായ ഒരു അഗ്നിസ്രോതസ് കാഞ്ചൻജംഗ പർവ്വതനിരയിൽ മറഞ്ഞിരിക്കുന്നുവെന്നും ആ ഊർജ്ജപ്രവാഹം നമ്മുടെ രാജ്യത്തെ സൂപ്പർ പവർ ആക്കുമെന്നും LMRK ക്യാപ്റ്റൻ രജിത് കുമാർ ജി മുൻപ് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമോ? സിക്കിമിൽ നടക്കുന്ന അഗ്നിയാഗം ഇത്തരത്തിൽ ഒരു ലക്ഷ്യം മുൻനിർത്തിയുള്ളതാണെന്നും അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട്. സൈനിക ശക്തിയായി നമ്മുടെ രാജ്യത്തെ മാറ്റണമെന്ന് പറയുകയും അതിനായി രാപ്പകൽ അധ്വാനിക്കുകയും ചെയ്ത നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ അദൃശ്യ സാന്നിധ്യത്തെയാണോ അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചത്? അറിയില്ല. നേതാജിയുടെ വാക്കും പ്രവൃത്തിയും തിരിച്ചുവരവും നടത്തിയാൽ അത് നമ്മുടെ മുന്നോട്ടു പോക്കിന് വലിയ മുതൽക്കൂട്ടാകും എന്നതിൽ ഒരു സംശയവും ഇല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ ദുരൂഹമാണ് തിരോധാനവും. 1945 ഓഗസ്റ്റ് 18 തായ്വാനിൽ ഉണ്ടായ വിമാന അപകടത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് മരിച്ചു എന്നാണ് ഔദ്യോഗിക രേഖ പറയുന്നത്. എന്നാൽ ഇത് കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെയും. നേതാജി അദ്ദേഹത്തിൻ്റെ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് സൂക്ഷ്മ ശരീരം ആയി നമുക്കിടയിൽ കഴിയുന്നു എന്ന് കരുതുന്നവരും നിരവധിയാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസും സിക്കിമുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിച്ച അദ്ദേഹത്തിന് TB രോഗം പിടിപെടുന്നു. ചികിത്സാർത്ഥം ഓസ്ട്രിയയിലേക്ക് പോയ അദ്ദേഹം മടങ്ങി വന്നപ്പോൾ സഹോദരൻ ശരത് ചന്ദ്രബോസിൻ്റെ ഡാർജിലിംഗിലെ ഗിദ്ദപഹാർ എന്ന സ്ഥലത്തെ വീട്ടിലാണ് വീട്ടുതടങ്കലിൽ കഴിഞ്ഞത്. കാഞ്ചൻജംഗ പർവ്വതനിരയുടെ ഏറ്റവും മനോഹര ദൂരക്കാഴ്ച നൽകുന്ന സ്ഥലം കൂടിയാണ് ഇത്. നേതാജി വീട്ടുതടങ്കലിൽ കഴിഞ്ഞ ഈ വീട് ഇപ്പോൾ ഒരു മ്യൂസിയമായി സർക്കാർ സംരക്ഷിക്കുന്നുണ്ട്. ചികിത്സാർത്ഥം ഓസ്ട്രിയയിലേക്ക് പോയ സമയത്താണ് അദ്ദേഹം എമിലി ഷെങ്കൽ എന്ന ഓസ്ട്രിയൻ യുവതിയുമായി പ്രണയബന്ധം സ്ഥാപിക്കുകയും പിന്നീട് രഹസ്യവിവാഹം കഴിക്കുകയും ചെയ്തത്. ചികിത്സാർത്ഥം കഴിയുമ്പോഴും ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ വിദേശ ശക്തികളുടെ പിന്തുണ നേടാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. ദ ഗ്രേറ്റ് ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം രചിച്ചതും ഇക്കാലത്താണ്. 1945 ഓഗസ്റ്റ് 18 തായ്വാനിലെ തൈഹോക്ക് വിമാനത്താവളത്തിൽ വെച്ചുണ്ടായ വിമാന അപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക രേഖ. അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച് ഒടുവിൽ പുറത്തുവിട്ട വിവരാവകാശ രേഖയും ഇങ്ങനെയാണ് പറയുന്നത്. 100ഓളം രേഖകൾ ഇത് സംബന്ധിച്ച് ഭാരത സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ അപകടത്തിൻ്റെ ചിത്രങ്ങളോ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ ദൃശ്യങ്ങളോ പുറം ലോകം കണ്ടിട്ടില്ല. സഹയാത്രികനായിരുന്ന കേണൽ ഹബീബുൾ റഹ്മാൻ്റെയും അദ്ദേഹത്തിനെ പരിചരിച്ച ഡോക്ടർമാരുടെ സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പരന്നത്. അന്നുമുതൽ ഇന്നുവരെ നേതാജിയുടെ മരണം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ തുടരുകയാണ്. ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സംശയ ദൂരീകരണത്തിന് സർക്കാർ നിയോഗിച്ച 3 അന്വേഷണ കമ്മീഷനുകൾ റിപ്പോർട്ട് തയ്യാറാക്കി. 1956 ഷാനവാസ് കമ്മീഷനും 1970 ഖോസ്ല കമ്മീഷനും വിമാന അപകടവും നേതാജിയുടെ മരണവും സ്ഥിരീകരിച്ചു. എന്നാൽ 2005 പുറത്തുവന്ന മുഖർജി കമ്മീഷൻ ഇങ്ങനെ ഒരു വിമാന അപകടം നടന്നിട്ടില്ല എന്ന് കണ്ടെത്തി. ജപ്പാനിലെ റെങ്കോജി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെ അല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിമാന അപകടം സംബന്ധിച്ച രേഖകളോ പ്രാദേശിക വാർത്തകളോ ഉണ്ടായിട്ടില്ല എന്നാണ് മുഖർജി കമ്മീഷൻ പറയുന്നത്. ഒപ്പമുണ്ടായിരുന്ന ഹബീബുർ റഹ്മാൻ വിമാന അപകടം അതിജീവിക്കാൻ സാധ്യതയില്ല, പിന്നെ എങ്ങനെ സാക്ഷിമൊഴി നൽകുമെന്നും ആ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. മറ്റ് തെളിവുകളുമായി റിപ്പോർട്ട് പൊരുത്തപ്പെടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഭാരത സർക്കാർ 2006 ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് റദ്ദാക്കി. മുഖർജി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം നേതാജി മരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും എങ്ങനെ, എവിടെ എന്നതിനെപ്പറ്റി സൂചനയില്ല. അപകടത്തിൽപ്പെട്ടത് ജപ്പാൻ സൈനിക വിമാനമായിട്ടും അത് സംബന്ധിച്ച രേഖകളിലും അവ്യക്തതയുണ്ട്. നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലത്ത് നിയോഗിച്ച അന്വേഷണ കമ്മീഷനുകൾ വിമാന അപകടവും മരണവും സ്ഥിരീകരിച്ചു. വാജ്പേയിയുടെ കാലത്ത് നിയോഗിച്ച കമ്മീഷൻ വ്യത്യസ്ത റിപ്പോർട്ട് നൽകിയെങ്കിലും പിന്നീട് വന്ന മൻമോഹൻ സിംഗ് സർക്കാർ ആ റിപ്പോർട്ട് തള്ളി. DNA പരിശോധനകളടക്കം നടത്തണമെന്നും ചിതാഭസ്മം ജപ്പാനിൽ നിന്ന് ഇന്ത്യയിൽ എത്തിക്കണമെന്നും നേതാജിയുടെ മകൾ അനിത ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപ്പിലായിട്ടില്ല.
അദ്ദേഹം റഷ്യയിലേക്ക് പോയെന്നും അവിടെ തടവിൽ കഴിയവേ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ്. 1950കളിൽ ഉത്തർപ്രദേശിലെ ഫസിയാബാദിൽ ജീവിക്കുകയും 1985 മരിക്കുകയും ചെയ്ത ഗുംനാമി ബാബ സുഭാഷ് ചന്ദ്രബോസാണെന്ന് വിശ്വസിക്കുന്നവരും നിരവധിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് ലഭിച്ച പല്ല് DNA പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിലും ഫലം അനുകൂലമായിരുന്നില്ല. എന്നാൽ ഈ റിപ്പോർട്ട് തിരുത്തപ്പെട്ടതാണെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. ഗുംനാമി ബാബ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൈയക്ഷരം സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൈയക്ഷരവുമായി സാദൃശ്യം ഉള്ളതാണെന്ന് ചിലർ വാദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് ലഭിച്ച പുസ്തകങ്ങളും കുറിപ്പുകളും സുഭാഷ് ചന്ദ്രബോസ് എന്ന് സ്ഥാപിക്കാൻ മതിയായ തെളിവുകളാണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായി ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതിസാഹസികനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ലണ്ടനിൽ നിന്ന് ICS 4ാം റാങ്കിൽ പാസ്സായെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ സിവിൽ സർവീസിൽ കയറാൻ അദ്ദേഹം വിസമ്മതിച്ചു. ജാലിയൻ വാലാബാഗ് പോലുള്ള മനുഷ്യത്വരഹിത സംഭവങ്ങളാണ് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശത്താൽ കോൺഗ്രസിൽ ചേർന്നെങ്കിലും അഹിംസ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം. സ്വാതന്ത്ര്യം നേടാൻ സായുധ വിപ്ലവം എന്നതായിരുന്നു നയം. വൈകാതെ കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞു. ഇടത് പ്രവർത്തകരെ യോജിപ്പിച്ച് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. കൊൽക്കത്തയിൽ വീട്ടുതടങ്കലിലാക്കി ബോസിനെ കൂച്ചുവിലങ്ങിടാൻ ബ്രിട്ടീഷ് ഭരണകൂടം ശ്രമിച്ചു. എന്നാൽ രഹസ്യ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് അദ്ദേഹം നാടുവിട്ടു. 1941 ജനുവരി 16 രാത്രിയിലെ ഈ സംഭവം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹത്തായ പാലായനം എന്ന് അറിയപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടുകയായിരുന്നു ലക്ഷ്യം. വേഷം മാറി വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് പെഷവാർ വഴി അഫ്ഗാനിസ്ഥാനിലേക്കും അവിടെ നിന്ന് സോവിയറ്റ് യൂണിയനിലേക്കും എത്തി. പക്ഷേ സൗഹൃദ രാഷ്ട്രമായ ബ്രിട്ടനെതിരെ നീങ്ങാൻ സ്റ്റാലിൻ ഒരുക്കമായിരുന്നില്ല. നേതാജിയെ കാണാൻ അദ്ദേഹം കൂട്ടാക്കിയതുമില്ല. പിന്നീട് ജർമ്മനിയിൽ എത്തി ഹിറ്റ്ലറെ കണ്ടെങ്കിലും ജർമ്മനിയും ഇന്ത്യയും തമ്മിലുള്ള ദൂരം കൂടുതലായതിനാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിക്കാൻ ഹിറ്റ്ലറും വിസമ്മതിച്ചു. പക്ഷേ ഹിറ്റ്ലർ നേതാജിക്ക് ജപ്പാനിലേക്ക് പോകാൻ ഒരു അന്തർവാഹിനി വിട്ടു നൽകി. നടുക്കടലിൽ ജപ്പാൻ്റെ അന്തർവാഹിനിയിലേക്ക് മാറിക്കയറിയായിരുന്നു യാത്ര. ലോകമഹായുദ്ധ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സിവിലിയൻ അന്തർവാഹിനി മാറിക്കയറുന്നത്. പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാതിരുന്ന ഒരു സാഹസിക യാത്രയ്ക്കാണ് നേതാജി പുറപ്പെട്ടത്. തനിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ച് 4 മാസം കഴിയുമ്പോഴാണ് അദ്ദേഹം കുടുംബത്തെ ഉപേക്ഷിച്ച് ഈ യാത്രയ്ക്ക് ഒരുങ്ങിയത്. ജപ്പാനിൽ നേതാജിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു. ബ്രിട്ടീഷുകാർക്കെതിരെ പടനയിക്കാൻ നേതാജിയുടെ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് ജപ്പാൻ പിന്തുണ നൽകുകയും ചെയ്തു. 1944 മണിപ്പൂരിലെ ഇൻഫാലിലും നാഗാലാൻഡിലെ കൊഹിമയിലും ഇരു സൈന്യവും ചേർന്ന് ആക്രമണം ആരംഭിച്ചു. ഇവിടം പിടിച്ചെടുത്ത് ഇന്ത്യയിലേക്ക് മുന്നേറുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ കനത്ത മഴയും ഭക്ഷ്യക്ഷാമവും മൂലം നേതാജിക്കും സൈന്യത്തിനും ബർമയിലേക്ക് പിന്മാറേണ്ടി വന്നു. ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ തിരിച്ചടിയിൽ 100 കണക്കിന് INA സൈനികർ പിടിയിലായി. റംഗൂണിൽ നിന്ന് ബാങ്കോക്കിലേക്കും അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും നേതാജി താവളം മാറ്റി. INAയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ബ്രിട്ടീഷ് ഭരണകൂടം വിചാരണ ചെയ്തു. ഇത് ചെങ്കോട്ട വിചാരണ എന്ന് അറിയപ്പെട്ടു. എന്നാൽ ഈ സംഭവം ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിനുള്ളിൽ തീവ്ര ദേശീയ വികാരം ആളിക്കത്തിക്കാൻ കാരണമായി. രാജ്യം മുഴുവൻ പടർന്ന നേവി കലാപം തുടങ്ങിയത് ഇങ്ങനെയാണ്. സൈന്യത്തിൻ്റെ പിന്തുണയില്ലാതെ ഭരണം തുടരുക അസാധ്യം എന്ന തിരിച്ചറിവ് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഉണ്ടായി. സമാന്തരമായി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ശക്തി പ്രാപിക്കുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന് സാമ്പത്തികവും സൈനികവുമായി കനത്ത തിരിച്ചടി നേരിടുകയും ചെയ്തതോടെ കാര്യങ്ങൾ ഇന്ത്യൻ പ്രക്ഷോഭകരുടെ വഴിക്കായി. ഒടുവിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന സ്വപ്നം സഫലമാവുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നൽകിയ ചടുലതയും തീവ്രതയും വേറിട്ടതായിരുന്നു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന ആഹ്വാനവും യുവതീ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തി. ചുരുക്കത്തിൽ സഹനത്തിൽ അധിഷ്ഠിതമായ സമരമുറ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് ആത്മാവും ദിശാബോധവും നൽകിയെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത സുഗമമാക്കാൻ സുഭാഷ് ചന്ദ്രബോസ് എന്ന പടനായകൻ മുന്നേ നടന്നു. ഇന്ത്യ സൈനികവും സാമ്പത്തികവുമായി ലോക നെറുകയിൽ കയറുമ്പോൾ നേതാജി ഒരു തിരിച്ചുവരവ് നടത്തും, തീർച്ച.